ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ PSC സ്റ്റഡി പ്ലാനിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എങ്ങനെ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഈ വീഡിയോ തുടക്കക്കാർക്ക്, അതായത് ഇപ്പോൾ PSC തുടങ്ങി അധികം ആയിട്ടില്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. കൂടി എൻ്റെ അനുഭവം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അതേപോലെ തന്നെ എനിക്ക് എവിടേക്കാണ് പാളിപ്പോയത്, എൻ്റെ പാളിച്ചകളെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ ചെറുതായി ചെയ്തായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്താലോ, എൻ്റെ PSC ജേണി, അതോടൊപ്പം തന്നെ എങ്ങനെ പഠിക്കണം, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാനും ഇപ്പോൾ വീണ്ടും നിലവിലൊരു ബിഗിനർ എന്ന രീതിയിലാണ് ഞാനും വന്ന് നിൽക്കുന്നത്. എന്നാലും കുറച്ച് അനുഭവങ്ങളുണ്ട്, PSC കുറച്ച് നാളായിട്ട് നോക്കി എന്നുള്ള രീതിയിലുള്ള കുറച്ച് അനുഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ഇവിടെ പ്രധാനമായിട്ടും എങ്ങനെ പഠിക്കണം, ഞാൻ ഏത് രീതി ഫോളോ ചെയ്തു എന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ മെത്തേഡുകളുണ്ട് ഫോളോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരാൾ പഠിച്ച പോലെ തന്നെ ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് നേടും, അങ്ങനെ ഒന്നുമില്ല. ഓരോരുത്തരുടെ രീതി. പക്ഷേ നിങ്ങളുടെ രീതി, നിങ്ങളുടെ കംഫർട്ട് സോൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡിലൂടെ പഠിച്ചാലാണ്, ഏത് രീതിയിൽ പഠിച്ചാലാണ് തലയിൽ കയറുക അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതൊരാൾ പറഞ്ഞു തന്നാൽ മാത്രം നമുക്കത് ഒരാളിപ്പോൾ പറഞ്ഞു തന്നു, അതേപോലെ എനിക്കാവും, അങ്ങനെ വിചാരിക്കരുത്. നമ്മളത് പഠനത്തിലൂടെ, നമ്മളുടെ സ്വന്തമായ പഠനത്തിലൂടെ, നമ്മുടെ സ്വന്തമായ മെത്തേഡിലൂടെ നമ്മളത് ഫോളോ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഏതാണ് ആയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ഒരു PSC ജേണി ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാൻ എങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പേ തന്നെ PSCയിലേക്ക് ഇറങ്ങിയിരുന്ന ഒരാളാണ്. പക്ഷേ പറഞ്ഞ മാതിരി ആദ്യം അത്രയും വലിയ ഇൻട്രസ്റ്റോടോ താല്പര്യത്തോടോ കൂടിയിട്ടൊന്നല്ല, ജസ്റ്റ് കോച്ചിങ്ങിന് വേണ്ടി പോവും. അത് അധികം നാളൊന്നും കിട്ടിയിട്ടില്ല, ഒരു 3-4 മാസം കിട്ടിയിരുന്നുള്ളൂ. അതും ഡെയിലി ബേസിലായിരുന്നില്ല ക്ലാസ്സുകളൊന്നും. ക്ലാസ്സിന് പോവും, നോട്ട്, എല്ലാത്തിനും പിന്നെ പ്രത്യേക നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, നോട്ട് എഴുതും. പിന്നെ അവിടെ ചോദ്യം ചോദിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് പിന്നെ ഒരു ബ്രേക്ക് വരുന്നത്. ആ കോവിഡ് ടൈം വന്നതുകൊണ്ട് പിന്നെ ക്ലാസ്സുകളൊന്നും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ ക്ലാസ്സുകൾ അവിടെ വെച്ച് നിന്നു. അപ്പോൾ ആ ഒരു സമയമാണെങ്കിലും ഒരു ബേസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കോവിഡ് ടൈമും കൂടി ആയപ്പോൾ പിന്നെ നല്ലൊരു പുറകിലേക്ക് പോയി എന്ന് തന്നെ പറയാം. അതിനൊക്കെ ശേഷമാണ് പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ വീണ്ടും ഒരു ബോധോദയം വരുന്നത് തന്നെ. അതായത് PSC പിന്നെ പ്രിലിം സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ട് എക്സാമുകളൊക്കെ നടത്തി തുടങ്ങിയപ്പോഴാണ്, അപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഇരുന്നാൽ മതിയില്ല, ഇപ്പോൾ തന്നെ കുറേ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ള ഒരു ബോധം വന്നിട്ട് പിന്നെയും ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങണം എന്ന് പറയുമ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം, യാതൊരുവിധ ഐഡിയ ഇല്ല. കുറച്ച് നോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ ഒരു റാങ്ക് ഫയൽ മേടിച്ചതുണ്ട്. ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഒരു ടാലൻറ്റിൻ്റെ ഒരൊറ്റ വോളിയുള്ള ഒരു റാങ്ക് ഫയലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി പല ഓൺലൈൻ ക്ലാസ്സുകളുടെ തന്നെ, അതായത് പെയ്ഡ് അല്ലാത്ത ക്ലാസ്സുകൾ തന്നെ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് കിട്ടുമല്ലോ. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ, മൻസൂർ അലി സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കും. അതിൻ്റെ നോട്ടുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ രീതിയിലാണ് പഠിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ കൂടി ഞാൻ പഠിക്കുമ്പോൾ ഒരു 0% പോലും കോൺഫിഡൻ്റ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ആദ്യമേ ആയാലും എനിക്ക് PSCയിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ഒരു ത്വരയായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത്രയ്ക്കും വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു വസ്തുവാണ് PSC എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഇതൊന്നും എന്നെക്കൊണ്ടാവില്ല എന്നായിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നെ ഈ പ്രിലിം സിസ്റ്റം വന്നപ്പോൾ ഞാൻ അതിന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാൾ, എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്, ഫസ്റ്റ് LDCയുടെ പ്രിലിംസിന് വേണ്ടി ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് നാളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. മാക്സിമം നോക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം. ആ സമയത്ത് എന്തോ നവംബറിൽ എന്തായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബറിൽ എന്തോ ആയിരുന്നു പ്രിലിംസ് എക്സാം വരുന്നത്. ഞാൻ കുറച്ച് നാൾ പഠിച്ചു. ഫസ്റ്റ് എക്സാം ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന PSC എക്സാം പ്രിലിംസിൻ്റെ എക്സാം ആയിരുന്നു. എക്സാം പോയി എഴുതി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവിടെ പഠനം നിർത്തി. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ എൻ്റെ മൈൻഡിൽ ഇനിയിപ്പോൾ വേറെ എക്സാമുകൾ വരാനില്ല. പിന്നെ പ്രിലിംസ് പാസ്സാവുമെന്നും യാതൊരുവിധ ഉറപ്പുമില്ല. ഇനിയിപ്പോൾ പ്രിലിംസ് പാസ്സായാലല്ലേ കഷ്ടപ്പെട്ട് മെയിൻസിന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. കാരണം പിന്നെ ഇനിയിപ്പോൾ പ്രിലിംസ് പാസ്സായിട്ടില്ല എന്ന് വെച്ചാൽ പഠിച്ചത് വെറുതെ ആവില്ലേ, പിന്നെ പഠിച്ച് വെറുതെ സമയം കളയണ്ടല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ പ്രിലിംസ് പാസ്സാവുന്നത്. കാരണം എന്നെ തന്നെ ഞെട്ടിക്കുക എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ സ്വന്തമായി എൻ്റെതായ രീതിയിൽ പഠിച്ചതാണ്. ആദ്യമായിട്ട് എക്സാം എഴുതി യാതൊരുവിധ ശീലവും ഇല്ല. എനിക്ക് തോന്നി, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് PSCയിലേക്ക് ഇറങ്ങിയവർക്ക് കുറേ പേർക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല പഠിച്ച് നല്ല അടിപൊളി ലെവലിൽ എത്തുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നിയിരിക്കാം. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. ആ സമയത്തിലൂടെ ഒക്കെ പലരും കടന്നു പോകുന്നൊരവസ്ഥയിലൂടെ ഞാനും കടന്നു പോകുന്നപ്പോൾ എനിക്കുണ്ടായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ എനിക്ക് മുമ്പ് ഒരു എക്സാം എഴുതിയുള്ള പരിചയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കോച്ചിങ്ങിന് പോയത്തായാലും ഒരു എക്സാം എഴുതി എനിക്ക് സത്യം പറഞ്ഞാൽ ബബിൾ ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സാം
എക്സാം എത്ര ടെൻഷൻ അടിച്ചിട്ടാണ് പോയി എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം എപ്പോഴും നമ്മൾ പഠിച്ചിട്ട് പോകുമ്പോൾ, ഒന്നും പഠിക്കാണ്ട് പോകുമ്പോഴല്ലേ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുള്ളൂ. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം പ്രിപ്പയർ ആയി പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവും. അപ്പം അന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര സന്തോഷമായി, ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം വന്നു തുടങ്ങിയത് ആ ഒരു സമയം തൊട്ടാണ്. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റും, ശ്രമിച്ചാൽ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം വന്നു തുടങ്ങിയത് ആ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തോ കട്ട് ഓഫ് 48 എന്തായിരുന്നു. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എനിക്കൊരു 50-52 മാർക്കോളാണ് ആ സമയത്ത് എനിക്ക് ആ ഫസ്റ്റ് പ്രിലിംസിൽ കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ്. പക്ഷേ മെയിൻസിന് വേണ്ടി എനിക്ക് ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്തോ മെയിൻസ് എക്സാം നടന്നു. പക്ഷെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എക്സാമുകൾക്ക് പിന്നീടാണ് ഞാൻ പഠിച്ച് എൻ്റേതായ ഇത്തിരി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു തുടങ്ങും, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ മാത്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇത്ര ദിവസം കൊണ്ട് ഇത്ര ടോപ്പിക്ക് തീർക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ്. അതിനുശേഷം അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു കോൺഫിഡൻ്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ ചെയ്തു പോകണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലാവും. ഏത് ടോപ്പിക്കിലാണ് നമുക്ക് മാർക്ക് കുറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിലാണോ, സയൻസിലാണോ, അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫെയറിലാണോ, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നമ്മുടെ മാർക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുതയാണ് നെഗറ്റീവ്. പരമാവധി നെഗറ്റീവ്. ആദ്യമൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നല്ലപോലെ നെഗറ്റീവ് ഉണ്ടാവാറുണ്ട്. കാരണം ഏകദേശം ഈ കറക്കിക്കുത്തൽ, നമുക്ക് സംശയങ്ങളൊക്കെ കറക്കി കുത്തൂലോ. പക്ഷേ എങ്ങനെ നെഗറ്റീവ് മാർക്കിന് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതേപോലെ തന്നെ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളുടെ നിലവാരം എത്രയാണ്, നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ. പിന്നെ വെറുതെ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, PSCനെ സംബന്ധിച്ച് എല്ലാം വെറുതെ ഒരു റാങ്ക് ഫയലും കയ്യിൽ പിടിച്ച് വെറുതെ വാരി വലിച്ച് പിടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം ആദ്യം, അതായത് അന്ന് LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ആദ്യം ഞാൻ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. പിന്നെ ഓരോരോ സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വെറുതെ കണ്ണി കണ്ടതെല്ലാം വാരി വലിച്ച്, കുറേ GK വാരി വലിച്ച് പഠിച്ചു, കുറേ സയൻസ് വാരി വലിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ വസ്തുത മനസ്സിലാക്കി പഠിക്കാം. കാരണം മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് അത് മായാതെ നിൽക്കും. നേരെ മറിച്ച് നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നത്, വെറുതെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെ ഒരു റാങ്ക് ഫയൽ കിട്ടിയ അതിലത്തെ ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ വെറുതെ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ടൈമും വെറുതെ കുറേ പോവാ എന്നുള്ളൂ. നമ്മൾ നിലവിലെ PSC എങ്ങനെയാണ്, ചോദ്യം ചോദിക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നമ്മൾ ചെയ്യണം. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ നെഗറ്റീവ് കുറയാനും, അതേപോലെ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോൾ ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്കിൽ പഠിച്ചു വരുന്ന ഒരു കാണാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാനിപ്പോൾ ഓക്കെയാണ്, ഇന്ന ഭാഗത്ത് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് നമ്മൾ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. അപ്പം നമ്മൾ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യും, അയ്യോ ഞാൻ പഠിച്ച ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണല്ലോ, പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു സംഭവം നമ്മുടെ തലയിൽ കത്തും. അതായത് അതുപോലെ തന്നെ പല രീതിയിലുള്ള പുതിയ ചോദ്യങ്ങൾ, എവിടെ നിന്നാണ് PSC ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് കൊണ്ടുള്ള വേറൊരു ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് പയ്യെ നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക, നമ്മൾ മാർക്ക്, എനിക്ക് ഭയങ്കര ആദ്യമൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പേപ്പർ നോക്കുമ്പോൾ ആദ്യം കുറേ ഒരു നാൾ എൻ്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 45, 50 അല്ലെങ്കിൽ 55, അതിനപ്പുറം പോയില്ല. അപ്പം ഞാൻ അത് വിചാരിക്കാനായിട്ട് എന്താണ് ഇങ്ങനെ ഒരു ലിമിറ്റ് വിട്ട് അല്ലെങ്കിൽ ഒരു വിട്ടിട്ട് എൻ്റെ മാർക്ക് മിനിമം മാർക്കിൽ നിന്ന് ഉയരുന്നില്ലല്ലോ എന്ന്. പക്ഷെ എന്നാലും പിന്നെ ഞാനത് പുറകോട്ട് പോയില്ല. പിന്നെയും ഞാൻ എൻ്റെ രീതികളിൽ തന്നെ പഠനം പഠിച്ച് പിന്നെ പയ്യെ എനിക്കും ഒരു സമാധാനം എന്ന് പറയാനായിട്ട് പയ്യെ മാർക്ക് ഉയർന്നു തുടങ്ങി. 60 മാർക്കായി, 65ആയി, 70ആയി, അങ്ങനെ നല്ല രീതിയിൽ മാർക്ക് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ മാതിരി എനിക്ക് ഇംഗ്ലീഷിനോടൊക്കെ താല്പര്യക്കുറവുള്ള കാരണം ഇംഗ്ലീഷ് എപ്പോഴും ഞാൻ പുറകോട്ടാണ് വെക്കാറ്. കാരണം ഇംഗ്ലീഷൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കലില്ല. മലയാളം ആണെങ്കിലും പിന്നെയും നോക്കും എന്നല്ലാതെ ഇംഗ്ലീഷായിട്ടൊന്നും ഞാൻ അധികം നോക്കലുണ്ടായില്ല. ഞാൻ കൂടുതലും ഈ LGS രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് തുടക്കം രീതിയിൽ ആദ്യം ചെയ്ത് പഠിച്ചിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് GK മാത്സ് മാത്രമാണല്ലോ. പിന്നീടാണ് ഞാൻ ബാക്കിയുള്ളത്, കാരണം നമ്മൾ ആ LGS വെച്ചിരുന്നാൽ ബേസ് ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പഠിച്ചു പോവുള്ളൂ. ഒരു LD അല്ലെങ്കിൽ ഒരു +2 ലെവലിലുള്ളെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഡെപ്തിൽ, കുറച്ചും കൂടി ഡീപ്പായിട്ട് അവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ പിന്നീട് ചെയ്ത് പഠിച്ചു തുടങ്ങിയത്.
ഈ രീതിയിൽ ഞാൻ പഠിച്ചു പോയപ്പോൾ പിന്നീടുള്ള പ്രിലിംസൊക്കെ അത്യാവശ്യം നല്ല മാർക്കോടാണ്. ഞാൻ +2ൻ്റെ പ്രിലിംസ് ആയാലും 10ൻ്റെ പ്രിലിംസ് ആയാലും അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ പാസ്സായതിട്ടാണ്. അപ്പോൾ ആദ്യം എനിക്ക് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇത്ര പിന്നെ കട്ട് ഓഫ് ഉയർന്ന് വരുമ്പോഴൊക്കെ ആണെങ്കിലും ഇപ്പോൾ അന്ന് ഞാൻ പ്രിലിംസിന് വേണ്ടി 10ൻ്റെ എഴുതിയെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് LD മാത്രമേ കിട്ടിയിട്ടുണ്ടായുള്ളൂ. അന്ന് LDയിലൊപ്പം വേറെ എന്തോ ഒരു പോസ്റ്റും കൂടി ഉണ്ടായി തോന്നുന്നു. അതിൻ്റെ ഇത്തിരി കൂടി മാർക്ക് കട്ട് ഓഫ് കൂടുതലായി കാരണം എനിക്ക് അതിൽ കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ പിന്നീട് എനിക്ക് ആ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നല്ല കട്ട് ഓഫ് ഉള്ള മാർക്കുള്ളതൊക്കെ ഇല്ലേ, സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ പ്രിലിംസൊക്കെ തന്നെ ഞാൻ പാസ്സായി തുടങ്ങി. അത്യാവശ്യം നല്ല കട്ട് ഓഫുള്ള 80, 85, 82 മാർക്കുള്ള കട്ട് ഓഫൊക്കെ ഉള്ള എക്സാമുകളൊക്കെ ഞാൻ പ്രിലിംസ് പാസ്സായി. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഞാൻ ഈ കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ, എനിക്ക് പറ്റിയ പാളിച്ചകളൊക്കെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയാണ്: നമ്മളുടെ രീതി നമ്മൾ തന്നെ മനസ്സിലാക്കാം. നമ്മൾക്ക് എങ്ങനെ പഠിച്ചാലാണ് നമ്മൾ ഓക്കെ ആവുക, ഏത് രീതിയാണ് നമ്മൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി എന്നൊക്കെ നമ്മൾ തന്നെ സ്വയമായിട്ട് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പഠിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ടോപ്പിക്കുകൾ എടുക്കും. ഇപ്പോൾ കേരള ഹിസ്റ്ററി ആണെങ്കിൽ 5 ദിവസം ഇരുന്ന് കേരള ഹിസ്റ്ററി എടുക്കും, അതിൻ്റെ നോട്ടും റാങ്ക് ഫയലൊക്കെ ഇരുന്ന് പഠിക്കും, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ദിവസം എൻ്റെ കയ്യിലുള്ളൂ, ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്നൊരു രീതിയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഞാൻ നിലവിൽ പഠിക്കുന്ന പോലെ സബ്ജക്റ്റുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോരോ ടോപ്പിക് ഓരോരോ ടോപ്പിക് എന്നുള്ള രീതിയിൽ ഞാൻ സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് എനിക്ക് കുറച്ചും കൂടിയും ഗുണകരമായിട്ടുള്ളൊരു രീതി. എനിക്ക് ഇത്തിരിയും കൂടിയും എന്താ പറയുക, കംഫർട്ടായിട്ട് പഠിക്കാനും അതേപോലെ തന്നെ പഠിച്ചത് ഓർത്തിരിക്കാനും റിവൈസ് ചെയ്യാനൊക്കെ എനിക്ക് ഇത്തിരിയും കൂടിയും നല്ല രീതി ഇതാണെന്ന് ഈ രീതിയിലേക്ക് മാറിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, നമ്മൾ സ്വയം പഠനത്തിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് നല്ലതാവാന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത്, കുറേ പേരൊക്കെ ഭയങ്കര പഠിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം, അയ്യോ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് തന്നെയേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് അതാ പറയാനുള്ളൂ. അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് അതാ പറയാനുള്ളൂ. നമ്മളങ്ങനെ നെഗറ്റീവ് അടിച്ചിരുന്ന ജീവിതകാലം മുഴുവൻ നെഗറ്റീവ് അടിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ച് തുടങ്ങിയാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ച് തുടങ്ങിയാൽ ഒരു സമയത്ത് എന്തായാലും നമുക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 0യിൽ നിന്നിരുന്ന ഞാനാണ് എനിക്ക് അത്യാവശ്യം മാർക്കോട് കൂടിയിട്ട് ഞാൻ പ്രിലിമിനറിക്ക് പാസ്സായത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി മെയിൻസ്, കാരണം പ്രിലിമിനറി മാത്രം പാസ്സായിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇരട്ടി എഫേർട്ട് എടുക്കണം. ഞാൻ ആദ്യം വിചാരിക്കാറുണ്ടോ, നോക്കി ഞാൻ എത്ര പഠിച്ചു എന്നിട്ട് ഇത്ര മാർക്കൊക്കെ കിട്ടിയുള്ളൂ, ഞാൻ എത്ര വർക്ക് ചെയ്തതാണ്. പക്ഷെ നമ്മളവിടെ ആലോചിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇരട്ടി എഫേർട്ട് ഇട്ട് അതായത് 24 മണിക്കൂറിൽ 20 മണിക്കൂർ വരെ ഇരുന്ന് പഠിക്കുന്നവരെനിക്കറിയാം. അപ്പം അത്രയധികം PSCക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് പഠിക്കുന്നവരടുത്താണ് നമ്മൾ ഈ ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെയും 2 മണിക്കൂറിൻ്റെയും കഥ പറഞ്ഞു പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ബിഗിനർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു PSC വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു 10 മണിക്കൂർ പഠിച്ചാൽ നമുക്കത് വലിയ കാര്യമാണ് അല്ലേ, ഞാൻ 10 മണിക്കൂർ പഠിക്കുന്നുണ്ടെന്ന്. പക്ഷെ നേരെ മറിച്ച് 20 മണിക്കൂറും അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവരുടെ അടുത്ത് അത്രയ്ക്കും കോമ്പറ്റീഷനാണ് ഇപ്പോഴത്തെ കാലത്ത് PSC എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുടെ അടുത്താണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്താണ് നമ്മൾ എക്സാം എഴുതി അവരായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് എഫേർട്ട് നമ്മളും ഇടണം. ഇപ്പോൾ ചിലർ നോക്കിയാൽ കാണാം, ചിലവരെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ സൂപ്പർ പുലികളായിരിക്കും. അവർക്കെന്ന് വെച്ചാൽ അപ്പോൾ ഇംഗ്ലീഷ് സെറ്റാണ്, ആ മാർക്ക് എങ്ങനെ ചോദിച്ചാലും കിട്ടും, ബാക്കിയുള്ള മാർക്കേ അവർക്ക് പഠിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ചിലർ മാത്സിലായിരിക്കും അടിപൊളിയായിട്ടുള്ളവരുണ്ടാവുക. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് മാത്സ് പഠിക്കേണ്ട, ബാക്കിയുള്ള മാർക്ക് എങ്ങനെയെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിച്ച് തീർത്താൽ മതി, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എന്ന് വെച്ചാൽ ഒന്നിലും അങ്ങനെ പ്രത്യേകിച്ച് പോലെയൊന്നല്ല ഒരാളാണ്. എല്ലാ സബ്ജക്റ്റും എനിക്ക് കണക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് അത്രയും വർക്ക് ചെയ്ത് എൻ്റെ കയ്യിൽ നിലവിൽ ഒരു സബ്ജക്റ്റും ഇല്ല. ഇപ്പോൾ മാത്സിൽ ഞാൻ ഇതാണോ, ഇംഗ്ലീഷിൽ GK അങ്ങനെ ഒന്നുമില്ല. എല്ലാ സബ്ജക്റ്റും എനിക്ക് ഒരേപോലെയാണ്. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ GK പോർഷൻ നോക്കുകയാണെങ്കിൽ ചില പോർഷൻസ് നമുക്ക് ഇഷ്ടമുണ്ടാവും, ചില ടോപ്പിക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയെന്നല്ലാതെ ഇപ്പോൾ അല്ലാതെ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഇംഗ്ലീഷിൽ ഇപ്പോൾ 20ൽ 20 എനിക്ക് കിട്ടും അങ്ങനെ പറയാനില്ല. എല്ലാതും ആദിക്കുന്നേലുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇതാ വീണ്ടും എങ്ങനെയാണ് എൻ്റെ കൂടുതൽ പോരായ്മകൾ കണ്ടെത്തി അത് നികത്തിയിട്ട് കൂടുതൽ ഡീപ്പിൽ പഠിച്ച് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്. എങ്ങനെ എന്നെ കൂടുതൽ ഇനി എൻ്റെ പാളിച്ചകളൊക്കെ മാറ്റിയിട്ട് എൻ്റെ പോരായ്മകൾ നികത്തിയിട്ട് കുറച്ചും കൂടി നന്നായി ഇമ്പ്രൂവ് ചെയ്ത് പഠിക്കാം എന്നുള്ള രീതി ഞാനിപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി, നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് കഴിയുന്ന പോലെ അത്രയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊടുത്തിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റാങ്ക് ഫയൽ എടുത്ത് വെറുതെ ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ നല്ലത്, നമുക്കൊരു ബേസ്, ഇപ്പോൾ ഒരു ബേസ് ഉണ്ടായിട്ടാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത് വെച്ചാൽ എപ്പോഴും നല്ലതാണ്. ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും പോയി പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സ്വയം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബേസ് പരമാവധി നല്ല രീതിയിൽ നമ്മളുടെ രീതി, അതായത് നമുക്ക് എങ്ങനെയാണ് പഠിക്കുമ്പോൾ ബെറ്റർ എന്നുള്ള ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് നമ്മൾ സ്വയം പഠിച്ചു പോയായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഓൾറെഡി കോച്ചിങ്ങിന് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കുന്നവരായിരിക്കും, ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്നവരായിരിക്കാം. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പഠിക്കുമ്പോൾ എല്ലാത്തിനും ഒരു നോട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ബുക്ക് ഒരിക്കലും കളയാതെ നോക്കാട്ടെ. നിങ്ങൾ എത്ര നാൾ PSC പഠിക്കുന്നുണ്ടോ എപ്പോഴും അത് കൂടാൻ നോക്കാം. അതേപോലെ തന്നെ അത് കൂടാതെ നമ്മളുടെ ഒരു റഫ് നോട്ട് എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫയലത്തെ ഒരു പോർഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ സ്ട്രെസ് ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട പോയിന്റുകൾ മാത്രം എഴുതിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകുന്നുള്ള ഒരു പോയിന്റുകൾ എഴുതിക്കാനായിട്ട് ഒരു ഡയറിയോ കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ ടോപ്പിക് വൈസ് തിരിച്ചിട്ട് നമ്മൾ അതിൽ എഴുതിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമിന് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ആ ഒരു എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞ് ബുക്കോ നോട്ടോ നമുക്ക് കൈ പിടിക്കുമ്പോൾ ആ സമയത്തൊന്ന് മറിച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഉപകാരമാണ്. നമുക്ക് ടെൻഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവിടെ അയ്യോ ഇന്ന സംഭവം ഞാൻ മറന്നല്ലോ, അയ്യോ അതിൻ്റെ വർഷം എന്തായിരുന്നു, അയ്യോ അത് ആരാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ SCRT ഇമ്പോർട്ടൻ്റ് ഞാൻ മുമ്പേ പറഞ്ഞു, പരമാവധി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് പഠിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ കുറേ പബ്ലിക്കേഷൻസ് ഇപ്പോൾ SCRT ബേസ്ഡ് ആയിട്ടുള്ള ബുക്കുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ തെറ്റ് കുറവുള്ളത് നോക്കിയിട്ട്, ഇപ്പോൾ ലക്ഷ്യയിലൊക്കെ ബുക്ക് ഒരുവിധം നല്ല ബുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിലവിൽ പഠിക്കാൻ പറ്റുമോ, കറണ്ട് അഫെയർ നമുക്ക് പഠിക്കാൻ പറ്റും, അത്രത്തോളം തന്നെ കറണ്ട് അഫെയർ പഠിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ബിഗിനർ അല്ലെങ്കിൽ ഇപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഇപ്പോൾ കേരള ഹിസ്റ്ററിയിലത്തെ ഇപ്പോൾ റിനൈൻസൻസ് ആണ് പഠിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് ബുക്കാണോ ഫോളോ ചെയ്യുന്നത് അത് വൃത്തിയായിട്ട് പഠിക്കുക. അതായിട്ട് ഞാൻ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ നമ്മൾ യൂട്യൂബിലോ എന്തിലെങ്കിലുമൊക്കെ സോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു PDF ഗ്രൂപ്പുകളിലൊക്കെ ഒരു PDF ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളായിട്ടുള്ളത് ഇങ്ങനെ ചെയ്തു നോക്കും. എന്നിട്ട് അതിൽ എത്ര മാർക്ക് വന്നിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കും. പിന്നെ PYQ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്, അപ്പോൾ അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്, അപ്പോൾ എത്രത്തോളം നമ്മൾ പഠിച്ച ഭാഗം വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് ഈ മെത്തേഡൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഓരോ സബ്ജക്റ്റിനും ഓരോ പ്രത്യേകം ബുക്ക് എടുക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറേ ടൈം ഇരുന്ന് പഠിക്കാതെ നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും ഡിവൈഡ് ചെയ്തിട്ട് ഇത്ര ടൈം കൊണ്ട് ഇത്ര സബ്ജക്റ്റ് പഠിച്ചു തീർക്കുന്നു. അതേപോലെ തന്നെ സിലബസ് എടുത്തിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് വ്യക്തമായി, നമുക്ക് ആദ്യം ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം, ഇന്ന് ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത വിഷയം ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, ഫോൺ എടുക്കാൻ തോന്നി ഫോൺ എടുക്കും, പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ നോക്കി, അല്ലെങ്കിൽ പിന്നെ പല വഴിക്കൊക്കെ മാറിപ്പോവും. നമ്മുടെ പഠനത്തിൻ്റെ ശ്രദ്ധ പല രീതിയിലേക്ക് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പഠിക്കുകയായിരിക്കുമ്പോൾ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവണം, ഇന്ന് ഏതൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും, ഇന്നത്തെ ദിവസം ഏതാണ് പ്രധാനമായിട്ട് നോക്കേണ്ട ഏരിയകൾ. അതേപോലെ തന്നെ മുമ്പ് പഠിച്ചു തീർത്തതിൻ്റെ ഒരു റിവിഷൻ, അത് റിവിഷൻ ഒരിക്കലും ചെയ്യാൻ മറക്കരുത്. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വസ്തുതയാണ് PSCയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ആ ഏരിയയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ, ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കുറേ ചോദ്യങ്ങൾ, ഇപ്പോൾ 100 ചോദ്യങ്ങൾ ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണോ നമ്മൾ വീക്ക്, അല്ലെങ്കിൽ മലയാളത്തിലാണോ വീക്ക്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നമുക്ക് വീക്ക് എന്ന് വെച്ചാൽ അത് കൂടുതൽ ഊന്നൽ നൽകുക. ഇപ്പോൾ മാത്സ്, ഞാനിപ്പോൾ പറഞ്ഞാൽ ആദ്യമൊക്കെ മാത്സിൽ വീക്കായിരുന്നത് കൊണ്ട് ഞാൻ മാത്സിന് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ മാത്സിന്, ആ സമയത്ത് ഞാൻ മാത്സ് മാത്രമേ ചെയ്തുള്ളൂ. മാത്സ് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട്, മാത്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മാത്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക്, ഞാൻ മാത്സ് ഒക്കെ എപ്പോഴും ചെയ്ത് പഠിക്കുന്ന ആളാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്ത് പഠിക്കുന്നതിലോ അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നതിലോ ഒരു നാണക്കേടൊന്നും നമ്മളൊരു PSC ഉദ്യോഗാർത്ഥി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ചെയ്ത് പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ എന്നുള്ളത് ചെയ്ത് തന്നെ പഠിക്കുക. ഇക്വേഷൻസ് ഒക്കെ നമ്മളെപ്പോഴും മറന്നൊക്കെ പോകും, എല്ലാ ഇക്വേഷനും നമ്മുടെ തലയിൽ നിൽക്കില്ല. അപ്പോൾ നമ്മൾ കാണുന്നോടത്ത് കുഞ്ഞു നോട്ടുകളാക്കിയിട്ട് നമുക്ക് കാണുന്ന, നമ്മളെപ്പോഴും മറന്നു പോകുന്ന, നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന അവസ്ഥകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ ചുമരാണെന്ന് വെച്ചാൽ കുഞ്ഞു നോട്ടുകളായിട്ട് ചുമരിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അല്ല ഒരു കുഞ്ഞൊരു ബുക്ക് എടുത്തിട്ട് നമ്മളെപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത് ഒരു കുഞ്ഞു ഡയറിയിലോ ഒരു നോട്ടിലോ നമ്മളിത് കുറിപ്പായിട്ട് എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർമ്മയൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് എടുത്തൊന്ന് വായിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓക്കെ ആയാണ്, നിങ്ങൾ കംഫർട്ടായിട്ടുള്ള മെത്തേഡിലൂടെ നിങ്ങൾ പഠിക്കുക. എങ്ങനെ പഠിച്ചാലും കുറേ വെറുതെ മാറി വലിച്ച് പഠിക്കാതെ PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കി പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലാതെ വെറുതെ ഒരു റാങ്ക് ഫയലും കയ്യിൽ പിടിച്ചിട്ട് ഒരറ്റത്ത് നിന്ന് ഈ അറ്റത്ത് വരെ വെറുതെ കാണാപാഠം പഠിക്കാതെ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ PSC ചോദിക്കുന്നത്, ഏത് സോഴ്സിൽ നിന്നാണ് ചോദിക്കുന്നത്, ഏത് ഭാഗമാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായി മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം എപ്പോഴും പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അല്ലാതെ വെറുതെ നമ്മൾ കുറേ ഇങ്ങനെ
കാണാപ്പാഠം പഠിച്ചു പോയിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ NDPSC ജേണിയിൽ നിന്ന് കിട്ടിയ കുറച്ച് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.